എല്ലാവർക്കും നമസ്കാരം. വെക്റ്റർ ഓൾജിബ്രയിൽ നിന്നുള്ള ക്രിസ്മസ് എക്സാം സ്പെഷ്യലായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. സോ അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് കയറാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് വെക്റ്റർ എ ഈസ് ഈക്വൽ ടു I minus j plus k and vector b is equal to 2i minus 2j minus k. What is the projection of A on B എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ എന്താണ്? പ്രൊജക്ഷൻ ഓഫ് വൺ വെക്റ്റർ ഓൺ അനദർ വെക്റ്റർ എന്താണെന്ന് നമ്മൾ പഠിച്ചു വെക്കണം. ഉറപ്പായിട്ടും സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ എ ഓൺ വെക്റ്റർ ബി എന്ന് പറയുന്നത് എന്താണ്? പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ എ ഓൺ വെക്റ്റർ ബി എന്ന് പറയുന്നത് എന്താണ്? വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ബൈ മോഡുലസ് ഓഫ് വെക്റ്റർ ബി. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഓൺ ഏത് വെക്റ്ററിലേക്കാണ് പ്രൊജക്ഷൻ നോക്കുക. ഓൺ വെക്റ്റർ ബി ആണെങ്കിൽ ഓൺ ഏത് വെക്റ്റർ ആണോ അതിൻ്റെ മോഡുലസ് ആണ് ഡിനോമിനേറ്ററിൽ വരിക. ഓക്കെ അല്ലേ? ഓൺ ഏത് വെക്റ്റർ ആണോ ആ വെക്റ്ററിൻ്റെ മോഡുലസ് ആണ് ഡിനോമിനേറ്ററിൽ വരിക. പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ എ ഓൺ വെക്റ്റർ ബി ആണെങ്കിൽ എ ഡോട്ട് ബി ബൈ മോഡ് ബി ആണ് ആൻസർ വരിക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പം തിരിച്ചാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ ബി ഓൺ വെക്റ്റർ എ ആയിരുന്നെങ്കിലോ ന്യൂമറേറ്ററിന് വ്യത്യാസമില്ല, എ ഡോട്ട് ബി തന്നെ. ഓൺ എന്ന് പറയുന്നത് വെക്റ്റർ എ ആണ്, അപ്പോൾ അതിൻ്റെ മോഡുലസ് ആവും ഡിനോമിനേറ്ററിൽ വരിക. ക്ലിയർ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ത് വരും? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ എ ഓൺ വെക്റ്റർ ബി ആണ്. സോ ദാറ്റ് ഈസ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ബൈ മോഡുലസ് ഓഫ് വെക്റ്റർ ബി. ആദ്യമേ തന്നെ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാം. ഐ ജെ കെയുടെ കോയിഫിഷ്യൻസ് ഗുണിക്കാം. ഇവിടെ ഐയുടെ കോയിഫിഷ്യൻറ്റ് 1, ഇവിടെ ഐയുടെ കോയിഫിഷ്യൻറ്റ് 2, പ്ലസ് ജെയുടെ കോയിഫിഷ്യൻറ്റ് -1, ഇവിടെ ജെയുടെ കോയിഫിഷ്യൻറ്റ് -2, പ്ലസ് ഇവിടെ കെയുടെ കോയിഫിഷ്യൻറ്റ് 1, ഇവിടെ കെയുടെ കോയിഫിഷ്യൻറ്റ് -1. ഡോട്ട് ആയല്ലോ. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മോഡുലസ് എടുക്കാൻ അറിയാം. വെക്റ്റർ ബിയുടെ മോഡുലസ് എന്താണ്? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അതായത് 2 സ്ക്വയർ പ്ലസ് -2 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ. അതായത് 2 -1 ഇൻറ്റു -2 എന്ത് വരും? +2 വരും. 1 ഇൻറ്റു -1 -1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2 സ്ക്വയർ 4, 2 സ്ക്വയർ 4 പ്ലസ് 1. 2 2 4, 4 1 പോയാൽ 3 ബൈ 4 4 8 1 9. സോ 3 ബൈ റൂട്ട് 9 എന്താണ്? 3 തന്നെയാണ്. 3 ബൈ 3 എന്ത് വരും? 1 വരും ആൻസർ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ എ ഓൺ വെക്റ്റർ ബി എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഉറപ്പായിട്ടും എക്സാമിന് ചോദ്യം വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ദ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് i plus 2j minus 3k. i plus 2j minus 3kയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എന്താണ് യൂണിറ്റ് വെക്റ്റർ? വെക്റ്റർ എയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ. യൂണിറ്റ് വെക്റ്റർ എന്താണെന്ന് ആദ്യം പഠിക്കാം. യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള വെക്റ്ററിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് വെക്റ്റർ. എന്താണ്? മാഗ്നിറ്റ്യൂഡ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ 1. മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള വെക്റ്ററിനെ വിളിക്കുന്ന പേരാണ് എന്ത്? യൂണിറ്റ് വെക്റ്റർ. ഓക്കെ, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? വെക്റ്റർ എയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്ററിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ ക്യാപ്പ് എന്നാണ്. എ ക്യാപ്പ്. എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക? ആ വെക്റ്ററിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ട് മാറും. സോ ഈ ഒരു ഇക്വേഷനാണ് ഓർത്തിരിക്കേണ്ടത്. എ ക്യാപ്പ് ഇസ് ഈക്വൽ ടു വെക്റ്റർ എ ബൈ മോഡുലസ് ഓഫ് വെക്റ്റർ എ. ഇപ്പോൾ ഒരു വെക്റ്റർ തന്നിട്ട് അതിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ആ വെക്റ്ററിനെ നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അഥവാ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചേ. ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് i plus 2j minus 3k. ഇപ്പോൾ നമുക്ക് ആദ്യമേ തന്നിരിക്കുന്ന വെക്റ്ററിനെ നമുക്ക് എന്ത് വിളിക്കാം? ലെറ്റ്
വെക്റ്റർ എ ഇസ് ഈക്വൽ ടു എന്താണ്? ഐ പ്ലസ് 2j മൈനസ് 3k. ഇതിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ അഥവാ എ ക്യാപ്പ് എന്താണ്? വെക്റ്റർ എ ബൈ മോഡുലസ് ഓഫ് വെക്റ്റർ എ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് കണ്ടുപിടിച്ച് വയ്ക്കാം. മോഡുലസ് ഓഫ് വെക്റ്റർ എ എന്ത് വരും? √1² പ്ലസ് 2² പ്ലസ് -3². √1 പ്ലസ് 4 പ്ലസ് 9. ഓക്കെ അല്ലേടാ? 9 1 10 4 14. √14 ആണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അഥവാ മോഡുലസ് വരിക. സോ ദിസ് ഈസ് ഈക്വൽ ടു വെക്റ്റർ എ എന്താണ്? ഐ പ്ലസ് 2j മൈനസ് 3k ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അഥവാ മോഡുലസ് എന്താണ്? √14. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? അപ്പം ഇതാണ് തന്നിരിക്കുന്ന വെക്റ്ററിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ. സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ ഉത്തരം. സെക്കൻഡ് പാർട്ട് നോക്കിക്കേ. ഇഫ് പി ക്യു ഇസ് ഈക്വൽ ടു 3i പ്ലസ് 2j മൈനസ് k, 3i പ്ലസ് 2j മൈനസ് k, ആൻഡ് ദ കോർഡിനേറ്റ് ഓഫ് പി എന്ന് പറയുന്നത് 1 -1 2 ആണ്. അങ്ങനെയാണെങ്കിൽ കോർഡിനേറ്റ്സ് ഓഫ് ക്യൂ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കറിയാവുന്ന ഒരു കൺസെപ്റ്റാണ്. എന്താണ് വെക്റ്റർ പി ക്യൂ എന്ന് പറയുന്നത്? വെക്റ്റർ പി ക്യൂ എന്ന് പറയുന്നത് ഒ ക്യൂ മൈനസ് ഒ പി ആണ്. ഒ ക്യൂ മൈനസ് ഒ പി ആണ്. നമ്മളോട് ക്യൂ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അതായത് ഒ ക്യൂ എന്ന് പറയുന്നത് പി ക്യൂ പ്ലസ് ഒ പി ആണ്. പി ക്യൂ പ്ലസ് ഒ പി ആണ്. അതായത് അവിടുത്തെ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഈ പിയുടെ കോർഡിനേറ്റ്സും ഈ വെക്റ്റർ പി ക്യൂലെ കോർഡിനേറ്റ് ഫോമിൽ എഴുതുന്നത് എങ്ങനെയാണ്? 3 2 -1. ഇതാണ് കോർഡിനേറ്റ് ഫോം. ഈ കോർഡിനേറ്റും പിയുടെ കോർഡിനേറ്റും കൂടെ നമ്മൾ കൂട്ടിയാൽ മതി. പി ക്യൂ എന്ന് പറയുന്നത് 3 2 -1 ആണ്. പ്ലസ് പി എന്ന് പറയുന്നത് 1 -1 2 ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് വരും? 3 1 4. 2ഉം -1ഉം കൂടെ കൂട്ടിയാൽ 1. -1ഉം 2ഉം കൂടെ കൂട്ടിയാലോ? അപ്പോഴും 1 തന്നെ. ക്ലിയർ അല്ലേ? 3 1 4. 2ൽ നിന്ന് 1 പോയാൽ 1. -1 പ്ലസ് 2 എന്ന് പറഞ്ഞാലും 2ൽ നിന്ന് 1 കുറയ്ക്കാനാണ്. അത് 1. അപ്പോൾ 4 1 1 ആണ് എവിടുത്തെ കോർഡിനേറ്റ്സ്? ക്യൂവിലെ കോർഡിനേറ്റ്സ്. കോർഡിനേറ്റ്സ് ഓഫ് ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ക്യൂ ഈസ് 4 1 1. 4 1 1 ആണ് ക്യൂവിലെ കോർഡിനേറ്റ്സ്. വെക്റ്റർ ജോയിനിങ് 2 പോയിന്റ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ്. എ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വെക്റ്റർ എ ബി എന്ന് പറയുന്നത് ഒ ബി മൈനസ് ഒ എ ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒറിജിനെ വെച്ചിട്ടാണ് നമ്മൾ പറയുക. ക്ലിയർ അല്ലേ? അതായത് ബിയിലെ കോർഡിനേറ്റ്സിൽ നിന്നും എയിലെ കോർഡിനേറ്റ്സ് മൈനസ് ചെയ്യുക എന്ന് മാത്രമേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അതനുസരിച്ച് വെക്റ്റർ പി ക്യൂ എന്ന് പറഞ്ഞാൽ ഒ ക്യൂ മൈനസ് ഒ പി ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്യൂ ആണ്. അപ്പോൾ ക്യൂ അവിടെ നിർത്തി പിന്നെയും കൂടെ ഇപ്പുറം എടുത്തു. വെക്റ്റർ ഒ ക്യൂ എന്ത് വരും? പി ക്യൂ പ്ലസ് ഒ പി. പി ക്യൂ നമ്മുടെ കയ്യിലുണ്ട്. അത് വെക്റ്ററായിട്ടാണ്. ഐ ജെ കെയുടെ കോയിഫിഷ്യൻസ് എടുത്ത് കോർഡിനേറ്റ്സ് ആക്കി എഴുതാൻ പറ്റും നമുക്ക്. അതിൻ്റെ കൂടെ പിയുടെ കോർഡിനേറ്റ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്യൂയുടെ കോർഡിനേറ്റ്സ് കിട്ടും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണേ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി സച്ച് ദാറ്റ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് ആണ്. ഓക്കെ, യെസ്. നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കൂ. മോഡുലസ് ഓഫ് എ എന്ന് പറയുന്നത്, മോഡുലസ് ഓഫ് ബി എന്ന് പറയുന്നത് √2 ആണെന്ന് പറയുന്നുണ്ട്. എ ഡോട്ട് ടു ബി, ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് ആണേ. എ ഡോട്ട് ടു ബി എന്താണെന്ന് പറയുന്നുണ്ട്? 1 ആണെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം എ ഡോട്ട് ബി എന്താണ്? മോഡ് എ മോഡ് ബി കോസ് തീറ്റനെ വിളിക്കുന്ന പേരാണ് എ ഡോട്ട് ബി. ശരിയല്ലേ? രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്താണ്? മോഡ് എ മോഡ് ബി കോസ് തീറ്റ. ഇനി നമുക്ക് ഈസി ആയിട്ട് വാല്യൂസ് കൊടുക്കാമല്ലോ. മോഡ് എക്കും മോഡ് ബിക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? √2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ √2 ഇൻറ്റു √2 ഇൻറ്റു കോസ് തീറ്റ ഈക്വൽ ടു 1. √2 √2 ചേർന്ന് 2 ആവും. 2 കോസ് തീറ്റ ഈക്വൽ ടു 1. അവിടുന്ന് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടുമടാ? കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 1/2. തീറ്റ ഇസ് ഈക്വൽ ടു, കോസിന് ഏത് ആംഗിളാണ് ഉത്തരം 1/2 വരിക? കോസ് 60 ആണ് 1/2. 60 എന്ന് പറഞ്ഞാൽ എന്താണ്? π/3.
ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷനാണ് ആൻസർ വരിക. π/3 ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓക്കെ, രണ്ടാമത്തെ പാർട്ട് നോക്കിയോളൂ. ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ എലോങ് a-b പെയർ എയും ബിയും തന്നിട്ടുണ്ട്. അപ്പം a-b കണ്ടുപിടിക്കാൻ അറിയാം. a-bയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? a-bനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ശരിയല്ലേ? സോ ആദ്യമേ ഒന്ന് a-b കണ്ടുപിടിച്ചേ. a-b എന്ത് വരും? a-b iയിൽ നിന്നും 3i പോയാൽ -2i, 3jയിൽ നിന്നും 2j പോയാൽ എന്ത് വരും? +j വരും. -kയിൽ നിന്നും k കുറച്ചാൽ -2k. ഓക്കെ ആണോ? എയിൽ നിന്നും b കുറച്ചത് ഓക്കെ ആണോ? ക്ലിയർ ആണോ? iയിൽ നിന്നും 3i പോയാൽ -2i, 3jയിൽ നിന്നും 2j പോയി കഴിഞ്ഞാൽ j, -kയിൽ നിന്നും k പോയി കഴിഞ്ഞാൽ -2k അല്ലേ? -k എന്നാണ് വരിക. അത് -2k എന്നാണ് വരിക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, ഇതിനെ ഞാൻ സി എന്ന് വിളിക്കുന്നു. ഇനി ഇങ്ങനെയാണെങ്കിൽ സി ക്യാപ്പ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ചോദ്യം എങ്ങനെ മാറിയടാ? സി ക്യാപ്പ് കണ്ടുപിടിക്കാനാണ്. സി ക്യാപ്പ് എന്താണ്? വെക്റ്റർ സി ബൈ മോഡുലസ് ഓഫ് വെക്റ്റർ സി. അപ്പം അതിനു വേണ്ടി മോഡുലസ് ഓഫ് വെക്റ്റർ സി ഒന്ന് കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് -2ൻ്റെ സ്ക്വയർ 4, 1ൻ്റെ സ്ക്വയർ 1, -2ൻ്റെ സ്ക്വയർ 4, 4 4 8 1 9, ഉത്തരം കിട്ടി 3. സോ വെക്റ്റർ സീനെ 3 കൊണ്ട് ഹരിച്ചോളൂ. -2i + j -2k ഡിവൈഡഡ് ബൈ 3 വിൽ ബിക്കം ദി റിക്വയർഡ് സൊല്യൂഷൻ. സെറ്റാണെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം നമുക്ക്. അപ്പോൾ അതോടുകൂടി സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആവും. യെസ്, ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ധാരാളം കണ്ടുവരുന്ന ചോദ്യമാണ്. മോഡുലസ് ഓഫ് a×b എന്ന് പറയുന്നത് mod a² mod b² മൈനസ് a.b² ആണ്. അഥവാ ഈ ഒരു ഇക്വേഷന് മറ്റൊരു വളരെ പ്രാധാന്യാർഹിതമായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്രോസ് പ്രോഡക്റ്റും ഡോട്ട് പ്രോഡക്റ്റും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന, കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ കൂടിയാണിത്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? മോഡുലസ് ഓഫ് a×b ആണ്. മോഡുലസ് ഓഫ് a×b എന്താടാ? mod a mod b sin θ n ക്യാപ്പ് ആണ്. n ക്യാപ്പ് മോഡുലസ് എടുക്കുമ്പോൾ 1 ആവും. ബാക്കിയെല്ലാം സെയിം. mod a mod b sin θ. ഓക്കെ, അപ്പോൾ അതായത് മോഡുലസ് ഓഫ് a×b, മോഡുലസ് ഓഫ് a×b നമുക്കിപ്പോൾ എന്ത് കിട്ടി? mod a mod b. യെസ്, ഇവിടെ ക്വസ്റ്റ്യനിലൊരു കറക്ഷൻ ഉണ്ട്. മോഡുലസ് ഓഫ് a×bയുടെ സ്ക്വയർ ഇതാണെന്ന് പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. mod a×b സ്ക്വയർ ഇസ് ഈക്വൽ ടു mod a² mod b² മൈനസ് a.b². ഓക്കെ, സോ അപ്പോൾ എന്ത് വരും? mod a mod b sin θ. നമുക്ക് ഇതിൻ്റെ സ്ക്വയർ ഇതാണെന്ന് കാണിക്കാനാണ് ചോദ്യം. mod a×bയുടെ സ്ക്വയർ ഇതാണെന്ന് കാണിക്കാനാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ചോദ്യമായി, റൈറ്റ് സൈഡ് ചെയ്ത് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്തിക്കണം. അപ്പോൾ അത് ഉത്തരവാകും. ശരിയല്ലേ? എല്ലാവർക്കും സ്ക്വയർ ചെയ്യൂ. mod a² mod b² sin² θ എന്ന് വരും. നമുക്കറിയാം sin² θ പ്ലസ് cos² θ എത്രയാണ്? 1 ആണ്. അവിടുന്ന് sin² θയോ 1 മൈനസ് cos² θ. സോ അപ്പോൾ നമ്മുടെ അടുത്ത ജോലി എന്തായിരിക്കും? sin² θയ്ക്ക് പകരം അല്ലേ? mod a² mod b² sin² θയ്ക്ക് പകരം 1 മൈനസ് cos² θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? mod a² mod b² മൈനസ് mod a² mod b² cos² θ. യെസ്, ഇതെന്താണ് സംഗതി? ഇവിടെ ഞാൻ ഇങ്ങനൊന്ന് എഴുതാണേ. mod a² mod b². ഇവിടെ 3 പേർക്കും സ്ക്വയർ ഉണ്ട്. അത് ഒറ്റ സ്ക്വയർ ആക്കി എഴുതാൻ പോവാം. അപ്പോൾ എന്താണ് വരിക? മൈനസ് mod a mod b cos θ ഹോൾ സ്ക്വയർ എന്നാക്കാം. mod a mod b cos θ ഹോൾ സ്ക്വയർ. ഇതെന്താണെന്ന് നമുക്കറിയാം. mod a mod b cos θ എന്താണ്? a.b ആണ്. mod a mod b cos θ എന്താണ്? a.b ആണ്. അപ്പോൾ എന്ത് വരും എന്ന് പറഞ്ഞേ? പ്രൂഫായില്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു mod a² mod b² മൈനസ് a.b ആണ് mod a mod b cos θ അതിൻ്റെ സ്ക്വയർ. ഇതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ്.
ഇപ്പം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തുടങ്ങി റൈറ്റ് ഹാൻഡ് സൈഡിൽ എത്തി അല്ലേ. എ ക്രോസ് ബിയുടെ സ്ക്വയർ അവിടെ എന്ത് കിട്ടി നമുക്ക്? മോഡ് എ സ്ക്വയർ മോഡ് ബി സ്ക്വയർ മൈനസ് എ ഡോട്ട് ബിയുടെ സ്ക്വയർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയും ക്വസ്റ്റ്യൻസ് വെക്ടേഴ്സിൽ നിന്ന് പഠിക്കാതെ പോകരുത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എക്സാമിന് കിട്ടും. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, സീ യു.